സ്നേഹമാണമ്മ, അനശ്വര ഭാവമാണമ്മ. ഇന്നെൻ്റെ ആത്മാവിൽ കുറുകും പ്രാവേ, നീ എൻ്റെ നെഞ്ചിൽ നിറയും കൊഞ്ചൽ അമ്മ, എൻ്റെ സ്വർഗീയ അമ്മ, അമ്മ എൻ്റെ കർത്താവിനമ്മ. അനുപമ സ്നേഹമാണമ്മ, അനശ്വര ഭാവമാണമ്മ. ഇന്നെൻ്റെ ആത്മാവിൽ കുറുകും പ്രാവേ, നീ എൻ്റെ നെഞ്ചിൽ നിറയും കൊഞ്ചൽ അമ്മ, എൻ്റെ സ്വർഗീയ അമ്മ, അമ്മ എൻ്റെ കർത്താവിനമ്മ. ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നോമ്പിൻ്റെ 5-ാമത്തെ ദിവസമാണ്. ഈ 8 നോമ്പിൻ്റെ 5-ാമത്തെ ദിവസമായി ഇന്ന് ഈ ശുശ്രൂഷനായിരിക്കുന്ന പ്രിയപ്പെട്ടവനായ നമ്മ ഓരോ വ്യക്തിയോടും ഇന്ന് ദൈവത്തിൻ്റെ വചനം വ്യത്യസ്തമായ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിനി ഏതാനും ദിവസം കഴിഞ്ഞ് വലിയ ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷ ദിവസമാണ്. മാതാവിൻ്റെ പിറവി എന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന അവസ്ഥയാണ്. യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് പരിശുദ്ധമ്മയുടെ പിറവി ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 2 ഗുണങ്ങളുണ്ട്. ഒന്ന് നിശബ്ദതയും, 2 ഹൃദയത്തെ സംഗ്രഹിക്കാനുള്ള ഒരു അഭിഷേകമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില നിശബ്ദതകളുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ചില ഹൃദയത്തെ സംഗ്രഹിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടാകണം. ഞാനെല്ലാം ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ്. എന്ത് കേട്ടാലും പറയുന്നത്, ഒന്നും ഹൃദയത്തെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കാതെ, ഒരു രഹസ്യം പോലും മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കാതെ എപ്പോഴും നാം വിട്ട് ചലിപ്പിക്കുന്നൊരു വ്യക്തി, നിശബ്ദമായിരിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണെങ്കിൽ പരിശുദ്ധമ്മയുടെ ശൈലി എന്താ? പ്രിയമുള്ളൊരു പരിശുദ്ധമ്മയുടെ ശൈലി എന്ന് പറയുക, ഈ അമ്മ നിശബ്ദതയുടെ ഒരമ്മയാണ്. ഈ അമ്മ ഹൃദയത്തിലെല്ലാം സംഗ്രഹിക്കുന്ന ഒരമ്മയാണ്. ഇപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിത മേഖലയിൽ വൈദികനായി ഞാൻ നിങ്ങൾ നിശബ്ദതയെ സ്നേഹിക്കണം. ചില വ്യക്തികൾക്ക് നിശബ്ദത ഭയമാണ്. ഏകാന്തതയെ ഭയപ്പെടുന്ന അനേക ജീവിതങ്ങളുണ്ട്. ഏകാന്തതയെ അല്പമൊക്കെ സ്നേഹിക്കണം. നമ്മൾ ഏകാന്തതയിലേക്ക് വരുമ്പോൾ, നിശബ്ദതയിലേക്ക് വരുമ്പോഴാണ് ദൈവം നമ്മൾ സംസാരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ നിശബ്ദത മറിയത്തിൽ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നതാണ്. മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അസ്വസ്ഥതകൾ, ജീവിതത്തിൽ കടന്നു വന്ന ചില നൊമ്പരങ്ങൾ, ഇതിനെല്ലാം നിശബ്ദതയിൽ ഒതുക്കിയ വചനം 2ാമത് പറയാതെ ഹൃദയത്തെ സംഗ്രഹിച്ചു എന്ന്. ഇതെവിടെ നമുക്ക് കാണാൻ സാധിക്കുക? ലൂക്കായുടെ സുവിശേഷമാണ്. 2-ാം അധ്യായം 19-ാം വചനം വായിക്കുമ്പോൾ വചനം ഇപ്രകാരം പറയുക, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ മാതാവ് കാണുന്നതും കേൾക്കുന്നതുമല്ല, തൻ്റെ ആ ഹൃദയത്തിൽ അതെല്ലാം സംഗ്രഹിക്കുക. അതുമാത്രമല്ല, അതേക്കുറിച്ച് ചിന്തിക്കുക. ഇനി അത് കഴിഞ്ഞ് വചനം വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, 12-ാം വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോയി. മക്കളെ നഷ്ടപ്പെട്ടു പോകുക അതേതൊരു അപ്പൻ്റെയും അമ്മയുടെയും വലിയൊരു ഹൃദയ നൊമ്പരമാണ് എന്ന് നമുക്കറിയാം. വലിയ തിരുനാൾ ആഘോഷം നടക്കുമ്പോൾ, വലിയ കൺമർഷ ശുശ്രൂഷകൾ നടക്കുമ്പോൾ മാതാപിതാക്കൾ മക്കളെ കൈക്ക് പിടിച്ച് നിർത്തുന്നത് കാണാൻ സാധിക്കാറുണ്ട്. അവരിന്ന് കൂട്ടം വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ കൈക്ക് പിടിച്ച് മക്കൾ നിർത്തുന്നത് അത് ഈ അമ്മയുടെ ഒരു കരുതലിൻ്റെ ഒരവസ്ഥയാണ്. ഒരമ്മയ്ക്കും ഒരപ്പനും തന്നെ മക്കൾ കൈവിട്ടു പോകുക, ഒരു നിമിഷത്തെ കാണാതെ പോകുക, അതവനെ വലിയ പരിഭ്രാന്തിയിലേക്കും വലിയ വേദനയിലേക്കും നയിക്കാറുണ്ട്. ഇവിടെ കർത്താവായ യേശു ബാലന് 12-ാമത്തെ വയസ്സിലാണ് യേശുവിനെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോകുക.
ഈ നഷ്ടപ്പെട്ടു പോയ യേശുവിനെ കുറിച്ച് അവർ പരിഭ്രാന്തരാകുകയാണ്. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില നഷ്ടപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ദൈവത്തെയാകാം. നമ്മുടെ ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ അമ്മയിലുണ്ടായ പരിഭ്രാന്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ദൈവം നഷ്ടപ്പെട്ടു പോയിട്ട് ദൈവത്തെക്കുറിച്ചൊരു പരിഭ്രാന്തിയില്ലാതെ കൂസലില്ലാതെ കഴിയുന്ന വ്യക്തികളെയും കാണാറുണ്ട്. ദൈവം പടിയിറങ്ങി പോകുന്ന ദൈവം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രിയമുള്ള നമുക്ക് ഈ അമ്മയിലുണ്ടായ പരിഭ്രാന്തി പോലെ ഒരു പരിഭ്രാന്തി വരണം. ഈശോയെ വീണ്ടും കണ്ടെത്താനുള്ള വ്യഗ്രത നമുക്കുണ്ടാകണം. ഈ അമ്മയുടെ മാതൃഹൃദയം ശാന്തമാകുന്നത് ഈശോയെ ദേവാലയത്തെ കണ്ടുമുട്ടിയപ്പോഴാണ്. 3-ാമത്തെ ദിവസമാണ് ഈശോയെ കണ്ടെത്തുക. അപ്പോൾ ഈ 3 ദിവസവും അമ്മയുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമായിരുന്നു? അത് വലിയ വേദനയുടെയും പരിഭ്രാന്തിയുടെയും ദിവസങ്ങളായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് വലിയൊരു പരിഭ്രാന്തി, അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിനെല്ലാം കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഈശോയെ 3-ാം ദിവസം കണ്ടെത്തിയപ്പോൾ നമ്മുടെ അമ്മ പരിശുദ്ധ അമ്മ തൻ്റെ മകനായ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 48-ാമത്തെ വചനം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വചനം ഇപ്രകാരമാണ് പറയുക: അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവനെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താ? നിൻ്റെ പിതാവ് ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഉത്കണ്ഠയോടെയാണ് തൻ്റെ മകനെ അവർ തേടിയത്. ഈ അമ്മയും അപ്പനും ഈ നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടെത്താൻ വേണ്ടി ഉത്കണ്ഠയോട് തേടി. ഈ നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടെത്താൻ വേണ്ടി ഉത്കണ്ഠയോട് തേടിയപ്പോൾ 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്താൻ സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമയം ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇതുമൂലം നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ ഓർത്തുള്ള പരിഭ്രാന്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ മക്കളാകാം, അല്ലെങ്കിൽ ദേവാലയവുമായി ബന്ധം നഷ്ടപ്പെട്ടു പോയ മക്കളാകാം, പഠന പരീക്ഷമേൽ പരാജയപ്പെട്ട് കഴിയുന്ന മക്കളാകാം. ഇനി ഏതെങ്കിലും മേഖലയിൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയ മക്കളാണെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ മക്കൾ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി നീ തിരുസ്വരൂപത്തിലേക്ക് നോക്കാമോ? ഈ പരിശുദ്ധ അമ്മയെന്ന് നോക്കിക്കേ. ഈ അമ്മ തന്നെ മകനെ കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ചതുപോലെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മക്കളെ കണ്ടെത്താൻ, അവർ ജീവിത വിശുദ്ധിയിൽ വളർന്നു വരാൻ, നല്ല നല്ല വ്യക്തിബന്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ, അവരുടെ ഭാവി ഒരു അനുഗ്രഹമായി മാറാൻ, ഒരു ഭാവി ഒരു ശോഭനമായി മാറാൻ വേണ്ടി ഈ പരിശുദ്ധാമ്മ തേടി ഇറങ്ങിയതുപോലെ ഈ മക്കളെ മാത്രം നമ്മൾ തേടി ഇറങ്ങിയ പോരാ കേട്ടോ. ഈ പരിശുദ്ധാമ്മ തേടിയതുപോലെ ഈശോയെ കാണാൻ വേണ്ടി നമ്മളും തേടി ഇറങ്ങണം. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഈശോയെ. ഈ ഈശോ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോയെ വീണ്ടും കൊടുക്കുമ്പോൾ, ഈ മക്കൾ ഈശോയുടെ വലതുകരം പിടിക്കുമ്പോൾ പിന്നെ ആ ജീവിതങ്ങൾ നഷ്ടപ്പെട്ട ജീവിതമല്ല. ആ ജീവിതങ്ങൾ അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്, അഭിഷേക ജീവിതമാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. ഒന്ന് വലതുകരം ഉയർത്തി നന്ദിയോട് പറയാമോ? ഹല്ലേലൂയ. ഈ സമയം നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, ഇങ്ങനെ ഉത്കണ്ഠയോടെ തന്നെ തേടുകയായിരുന്നു എന്ന് പരിശുദ്ധ മറിയം ഈശോയോട് പറയും. ഈശോ എന്താണ് മറിയത്തോട് പറയുന്ന മറുപടി? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 49-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ ഈശോ തൻ്റെ പ്രിയപ്പെട്ട അമ്മയോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമുള്ള ഒരു ചോദ്യമാണ്: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈശോ ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതമായി മാറേണ്ട ജീവിതമാണ്. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളിങ്ങനെ ദൈവികമായ കാര്യങ്ങൾ വ്യാപൃതനാക്കുന്ന ഒരു വ്യക്തിയാണ്. സമയമില്ല, തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നോമ്പ് പോലും നമ്മൾ എടുക്കാറില്ല. ഒരുപക്ഷെ ദേവാലയത്തിലുള്ള ബലിയർപ്പണം നമ്മൾ മുടക്കിക്കളയാറുണ്ട്. ഒരുപക്ഷെ കുമ്പസാരം നീട്ടിക്കൊണ്ട് പോകുന്നത് ഈ സമയമില്ല, തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈശോ എന്താണ് പറയുക? ഈ ബാലനായി ഈശോയുടെ ജീവിതത്തിൽ തിരക്കുണ്ട് കേട്ടോ. ഈശോയ്ക്ക് പല പല കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഈശോ ഈ സമയം തൻ്റെ അമ്മയോട് പറയുന്ന മറുപടി: ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഒരു മനുഷ്യൻ
വ്യാപൃതനായി മാറേണ്ട മേഖല എന്ന് പറയുക അത് ദൈവികമായ മേഖലയാണ്. നമ്മളിലും പല പല മേഖല വ്യാപൃതനാകാറുണ്ട്. അനുദിനമുള്ള ഉത്തരവാദിത്തങ്ങൾ, അനുദിനമുള്ള ജോലി. അനേകർ പറയുന്ന ഒരു വാക്ക്, അച്ഛൻ വലിയ സ്ട്രെസ്സാണ് കേട്ടോ, ഈ ജോലി വലിയൊരു ഭാരമാണ്. ഇന്ന് ജോലി ഓർത്ത് ഭാരപ്പെടുന്ന അനേകരുണ്ട്. ഒരു വെള്ളിയാഴ്ച ആകാൻ വേണ്ടി നോക്കിയിരിക്കുക, ഈ ശനി ഞായർ ഒരു അവധിയാണല്ലോ എന്ന് കരുതി. പിന്നെ ഞായറാഴ്ച വീണ്ടും സ്ട്രെസ്സിലേക്ക് പ്രവേശിക്കുക, തിങ്കളാഴ്ച വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കണമല്ലോ. ഇന്ന് വലിയൊരു സ്ട്രെസ്സിൻ്റെ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്കൊന്നിനും സമയം തികയുന്നില്ല. ജോലി സ്ഥലത്ത് എത്തിച്ചേരാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. വീട്ടിലെ കാര്യങ്ങൾ, ഉറ്റവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മളെല്ലാം പറയുന്ന വലിയൊരു പരാതിയല്ലേ, സമയമില്ല സമയമില്ല. എന്നാൽ കർത്താവായ ഈശോ എന്താണ് ചെയ്യുക? അതേ കർത്താവിന് ബാലനായ ഈശോയ്ക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ട് ഈശോ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാകുകയാണ്. ഈ നോമ്പിൻ്റെ 5-ാം ദിനമായി ഇന്ന് പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളാകാം, പ്രിയപ്പെട്ട യുവജനങ്ങൾ, പ്രിയപ്പെട്ട കുട്ടികൾ, പ്രിയപ്പെട്ട വൈദിക സമർപ്പിതരെ, ഞാനും നിങ്ങളും ഒന്ന് സ്വയം ചിന്തിക്കണം കേട്ടോ. ഈശോ പറയുന്നത് പോലെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതയാണ് എന്ന്. അതിന് ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതയുമായി മാറുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് നൽകാൻ പോകുന്ന അനേകം അനുഗ്രഹങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. ഇങ്ങനെ കർത്താവായ ഈശോ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മ അതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. ഒരമ്മയ്ക്ക് സ്വാഭാവികമായി വേദന തോന്നേണ്ടത്, ഒരമ്മ തീർച്ചയായിട്ടും സങ്കടപ്പെടേണ്ടത്. എന്നാൽ ഈ സമയം പരിശുദ്ധ അമ്മയ്ക്ക് യാതൊരു വേദനയും തോന്നുന്നില്ലേ? ഈ അമ്മയ്ക്ക് അറിയാൻ തൻ്റെ മകൻ പിതാവായ ദൈവവുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ട മകനാണ്, ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതമാകേണ്ട മകനാണ്. ഈ അമ്മയുടെ ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇന്ന് എത്ര മാതാപിതാക്കൾക്ക് പറയാൻ സാധിക്കും, മക്കൾ ദേവാലയത്തിൽ പോകുമ്പോൾ, അനുദിനമുള്ള വലിയ പങ്കുചേരാൻ വേണ്ടി ഓടിപ്പോകുമ്പോൾ, അവർ കാറ്റഗിസ്റ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ പല മാതാപിതാക്കളും അറിഞ്ഞോ അറിയാതെ പറഞ്ഞിട്ടില്ലേ, ഇത്രയൊന്നും വേണ്ട കേട്ടോ, നിനക്ക് സ്കൂളിൽ പഠിക്കാൻ ധാരാളം കാര്യങ്ങളില്ലേ, നിൻ്റെ പരീക്ഷ എടുത്തില്ലേ, നീ കാറ്റഗിസം ഇത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ, നീ ഇങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ അനുദിനമുള്ള ബലിയിൽ പങ്കുചേരുന്ന മക്കളെ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്താറുണ്ട്. ഈ അമ്മ നിരുത്സാഹപ്പെടുത്തുന്ന അമ്മയല്ല കേട്ടോ, ഈ അമ്മ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയാണ്. ദൈവികമായ കാര്യങ്ങൾ വ്യാപൃതനാകുമ്പോൾ നീ പ്രിയമുള്ള മകനെ അമ്മ നിശബ്ദതയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. നീ പോകണ്ട എന്നല്ല, നീ പോകണമെന്നാണ് നിശബ്ദത ഈ മകനോട് പറഞ്ഞു കൊടുക്കുക. നമുക്ക് എത്ര പേർക്ക്, എത്ര മാതാപിതാക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഇങ്ങനെ പറയാൻ സാധിക്കും? ഞാനൊരു ഇടവയിലായിരുന്ന അവസരത്തിൽ, ആ ഇടവയിൽ എല്ലാ വർഷവും 10ാം ക്ലാസ് +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടുന്ന കുട്ടികളുടെ ഫോട്ടോയും അവർക്കുള്ള അഭിനന്ദനങ്ങളും ഞങ്ങളൊരു ഫ്ലെക്സിൽ വയ്ക്കാറുണ്ട്. ദേവാലയ മുറ്റത്ത് ആ കുട്ടികളുടെ ഫോട്ടോ വയ്ക്കുക, അത് അനേകർക്ക് പ്രചോദനമാകാൻ വേണ്ടി, ഈ മക്കൾക്കത് വലിയ സന്തോഷമായി മാറാൻ വേണ്ടി. നീ അവരുടെ പിന്നാലെ വരുന്ന ജൂനിയേഴ്സായി പഠിക്കുന്ന കുട്ടികൾക്ക് നീ ഇവരെ പോലെ നന്നായി പഠിക്കണം, ഉയർന്ന വിജയം സ്വന്തമാക്കണം, ഈ ഒരു ആവേശം ആ മക്കളിൽ ജനിക്കാൻ വേണ്ടിയാണ് ഞങ്ങളങ്ങനെ ചെയ്യുക. ഇന്ന് കഴിഞ്ഞ 4-5 വർഷം ഞങ്ങൾ കണ്ട വലിയൊരു പ്രത്യേകത, ആ ഇടവ് കൂട്ടായ്മയിൽ ഈ 5 വർഷവും ഈ 10ാം ക്ലാസ് +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടിയ മക്കൾ, അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ മക്കൾ 365 ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന മക്കളായിരുന്നു. അവരുടെ വാർഷിക പരീക്ഷ ദിവസം പോലും ആ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. ഈ വാർഷിക പരീക്ഷ ദിവസം പോലും വിശുദ്ധ കുർബാന കഴിഞ്ഞ് നീ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, നീ ഇന്ന് പരീക്ഷയല്ലേ, നീ വേഗം വീട്ടിൽ ചെല്ലണ്ടേ? ഒരു ചെറിയൊരു പുഞ്ചിരിയായിരുന്നു ആ മക്കളുടെ മുഖത്ത്. അവരെല്ലാം അത് പഠിച്ചു തീർന്നതാണ്. നീ അവർക്കറിയാം, ഇനി ദൈവികമായ കാര്യങ്ങൾ വ്യാപൃതയായാൽ മതി, ആ പരീക്ഷ സമയം ദൈവം അവരെ സഹായിക്കും, അവരെ ഉയർത്തുമെന്ന് അവർ വിശ്വസിച്ചതുപോലെ സംഭവിച്ചു കേട്ടോ. വളരെ ആഗവത്തോടു കൂടി നീ ആ പരീക്ഷ അവർ നേരിടുകയാണ്. മുൻപ് കിട്ടിയ സമയം ഫലപ്രദമായി വിനിയോഗിച്ചു, ഒരലസത വരാതെ അവർ ശ്രദ്ധയോടെ പഠിച്ചു.
അതായത് കഴിഞ്ഞ പരീക്ഷ ദിവസങ്ങൾ ദൈവികമായ കാര്യം വ്യാപൃതരാകുന്നു. അവർ പരീക്ഷ എഴുതുന്ന ഉയർന്ന വിജയം. പഠന പരീക്ഷ മേഖല പിന്നോക്കം പോകുന്ന അല്ലെങ്കിൽ അനേകം നാളുകളായി പരാജയപ്പെടുന്ന ചില മക്കളോട് പറയാറുണ്ട്, നീ ഈ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഒരു ശുശ്രൂഷ കൂടണം കേട്ടോ, ഒരു ബലി പങ്കുചേരണം കേട്ടോ, ഈ ബലിയൊന്ന് കാഴ്ച വെക്കണം, അല്ലെങ്കിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്നൊരു വ്യക്തി, ആ വ്യക്തി 1, 2, 3 അല്ല 16 പ്രാവശ്യം ഐരിസ് എന്ന് പറയുന്ന പരീക്ഷ എഴുതി പരാജയപ്പെട്ടതാണ്. അതോ കഴിഞ്ഞ് 2 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം ഈ പരീക്ഷ മാറി വീണ്ടും വീണ്ടും എഴുതുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ചിന്ത, ഈ പരീക്ഷയിൽ അടുത്ത പരീക്ഷ ജയിക്കുമെന്നാണ്. എന്നാൽ പരീക്ഷ തോറ്റു പോവുകയാണ്. അപ്പോൾ ഈ വീട്ടുകാർ ചോദിക്കാറുണ്ട്, നാട്ടുകാർ ഈ വ്യക്തിയോട് ചോദിക്കാറുണ്ട്, നീ പരീക്ഷയിൽ എങ്ങനെ തോറ്റു പോവുകയാണല്ലോ, ഇനി പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ടോ? അതിനെ വ്യക്തി മാനസികമായി തകർന്നു കേട്ടോ. അതിന് മാനസികമായി തകർന്നപ്പോൾ ആ വ്യക്തിയുടെ ചില സുഹൃത്തുക്കളാണ് പറഞ്ഞത്, ദൈവത്തിലൊന്ന് ആശ്രയിക്കുക, ദൈവമായ കാര്യങ്ങൾ വ്യാപൃതയാകുക, ദൈവം നിന്നെ സഹായിക്കും കേട്ടോ. അതിന് പിതാവിൻ്റെ കാര്യങ്ങളിൽ ഈശോ വ്യാപൃതനായതുപോലെ ഈ കഴിഞ്ഞ 16 പ്രാവശ്യം പരാജയപ്പെട്ട ഈ പരീക്ഷയുടെ മേഖലയിൽ ദൈവം എന്നെ ഉയർത്തണമേ, ദൈവം എനിക്ക് വിജയം നൽകണമേ എന്ന് ആഗ്രഹിച്ച് ജീവിതത്തിലാദ്യമായി ദൈവത്തിൻ്റെ കാര്യങ്ങൾ വ്യാപൃതയാകുകയാണ്. പ്രിയമുള്ളവരെ ശുശ്രൂഷ കൂടുകയാണ്, ദൈവമായി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവെന്ന് വിളിച്ചത് കണ്ണുനീരോടെയാണ്, നിറകണ്ണോടെ യേശുവെന്ന് ഏത് മനുഷ്യൻ വിളിക്കുന്നുവോ ആ മനുഷ്യ ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവ് വളരെ വേഗം കടന്നു വരും. ആ ശുശ്രൂഷയിൽ ഈ കഴിഞ്ഞ 12 വർഷമായി ഈ 16 പ്രാവശ്യം ഐരിയസ് എഴുതി പരാജയപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ദൈവം ഈ വ്യക്തി ഒരു വിജയമായി മാറണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന സന്ദേശം ഇതായിരുന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് 76 ദിവസത്തിനുള്ളിൽ ദൈവമായ കർത്താവ് പഠന മേഖല നിന്നെ വിജയത്തിൻ്റെ ഒരു വ്യക്തിയാക്കി മാറ്റും. ചില ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മളൊക്കെ ചോദ്യം ഒരു പക്ഷേ കേൾക്കാറുണ്ട്, ശുശ്രൂഷ കൂടി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ദൈവം പഠനമേഖലയെ വിജയിപ്പിക്കുമോ? പഠനമേഖലയെ വിജയിക്കാൻ ആവശ്യമായ കൃപ, നമ്മുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി ദൈവം നൽകുന്നത് ദൈവികമായ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതനായി മാറുമ്പോൾ ഈ വ്യക്തി ഈ 2 വർഷമായി എഴുതി പരാജയപ്പെട്ട വ്യക്തി ഈ ദൈവികമായ കാര്യങ്ങൾ വ്യാപൃതയായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന സന്ദേശമാണ് 76 ദിവസത്തിനുള്ളിൽ ആ വ്യക്തി ആ പരീക്ഷ വിജയിച്ചു. പ്രിയമുള്ളവർ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ ഉറ്റവരെ, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഞാൻ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ എന്നാണ് ഉയർച്ച ഉണ്ടായത്? ജീവിതത്തിൽ എന്നാണ് പരാജയമുണ്ടായത്? പരാജയമുണ്ടായത് ദൈവികമായ കാര്യങ്ങൾ വ്യാപൃതനാകാതിരുന്നപ്പോഴല്ലേ? ഏതൊക്കെ സമയത്ത് ദൈവികമായ കാര്യങ്ങൾ വ്യാപൃതയായോ ആ സമയം നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഉയർച്ചയും അനുഗ്രഹമുണ്ട് കേട്ടോ. ഒരു ബാലനായ യേശു പിതാവായ ദൈവത്തിൻ്റെ കാര്യം വ്യാപൃതനായതുപോലെ നമ്മുടെ ജീവിത മേഖല ദൈവത്തിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാകുന്നൊരു അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കണം. ഈ അഭിഷേകം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ദൈവമായ കർത്താവ് നമുക്ക് നൽകും. ഇങ്ങനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ ആകേണ്ടതല്ലേ, നിങ്ങളിത് അറിയുന്നില്ല എന്ന് ഈശോ ചോദിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 50-51 വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മാതാവ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നഷ്ടപ്പെട്ടു പോയ മകന്, ഈ മകനെ തേടിയത് 3-ാം ദിവസമാണ് ആ വേദന മാറിയത്. ഈ വേദന മാറിയപ്പോൾ മറ്റൊരു വേദനയും മകൻ നൽകുകയാണ്. ഈ കണ്ടെത്തിയ മാതാപിതാക്കളുടെ കൂടെ പോകാനൊന്നും ആ മകന് വലിയൊരു ആവേശമില്ല. ഈ മകൻ പറയുക, എനിക്കെൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായി മാറണ്ടേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി പരിശുദ്ധ അമ്മയുടെ പ്രതികരണം എന്താ? ഒരു നിശബ്ദതയാണ്. 2-ാമത് ആ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 2:50-51 വചനം വായിക്കുമ്പോൾ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. അവൻ തങ്ങളോട് പറഞ്ഞതെന്താണെന്ന് അവർ ഗ്രഹിച്ചില്ല. യേശുവിൻ്റെ ഭാഷ, ദൈവത്തിൻ്റെ ഭാഷ മറിയത്തിനും യേശുപിതാവിനും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാറുണ്ട്. ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ഭാഷ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ വരിക. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ
നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വ്യക്തിയാണ്. അത് ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? യോസേപ്പിതാവിനും മറിയത്തിനും ഈശോയുടെ ഭാഷ മനസ്സിലായില്ല എന്ന് പറയുക, അവർ ഗ്രഹിച്ചില്ല എന്ന വചനം പറയുക. അത് കഴിഞ്ഞ് വചനം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാമത്തെ വചനം പറയുക, പ്രിയമുള്ളവരെ, അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അങ്ങനെ ഹൃദയത്തിൽ അതെല്ലാം സംഗ്രഹിച്ചു വയ്ക്കുന്ന, അതെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നൊരു അഭിഷേകം നമ്മുടെ പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു. നീ അമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് നോക്കിക്കേ. ഇങ്ങനെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലും കിട്ടണ്ടേ? ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതേക്കുറിച്ച് ആകുലപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ നിരാശപ്പെടുകയോ വീണ്ടും വീണ്ടും മറു ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യാതെ അവിടെ നിശബ്ദത പാലിക്കാൻ നമുക്ക് സാധിക്കണം. ആ ദൈവത്തിൻ്റെ ഭാഷ തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോൾ നീ അതിന് മുന്നിൽ വലിയ നന്മ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ മറു ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തരുത് കേട്ടോ. ചില നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒന്ന് വലുതകരം ഉയർത്തി സന്തോഷത്തോടെ ഒന്ന് പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില നിശബ്ദത ആവശ്യമാണ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ നിശബ്ദതയുണ്ടായിരുന്നു. നമ്മളെപ്പോഴും സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നിശബ്ദതയുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രാത്രി യാമങ്ങളിലും നീ അനേക ദിവസങ്ങൾ നിശബ്ദതയിൽ ദീപികാനുസരണത്തിൽ ഇരിക്കുന്നവരെ കാണാറുണ്ട്. ആ മുഖത്ത് എന്ത് ചൈതന്യമാണെന്നറിയാമോ? ആ മുഖത്ത് ദൈവികമായൊരു അഭിഷേകമാണ്. അപ്പോൾ നിശബ്ദതയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് പല പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന പല കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുക, മനസ്സിലാക്കാൻ സാധിക്കുക ഈ മറിയത്തെ പോലെ നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഹൃദയത്തെ സംഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. മറിയം അതെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു എന്ന വചനം പറയുക. ഇങ്ങനെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നൊരു അഭിഷേകം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കേട്ടോ. കാണുന്നതെല്ലാം വിളിച്ചു പറയേണ്ട ആവശ്യമില്ല, കേൾക്കുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ ഹൃദയത്തെ സംഗ്രഹിക്കണം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലറിഞ്ഞാൽ മതി, ആ നാട് മുഴുവൻ പറയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ചില വ്യക്തികൾ നാട് മുഴുവൻ പറയുകയെ ഈ നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതുകൊണ്ട് നമ്മൾ ഹൃദയത്തെ സംഗ്രഹിക്കാൻ നമുക്ക് സാധിക്കാതെ വരികയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു രഹസ്യം പോലും സൂക്ഷിക്കാൻ സാധിക്കില്ല. നീ ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഒരു വ്യക്തി രഹസ്യം നമ്മോട് പറയുക, നീ അത് കഴിഞ്ഞ് മറ്റുള്ളവരോട് നമ്മൾ പോയി പറയുക ഇത് ആരോടും പറയരുതെന്ന്. നമുക്ക് നിശബ്ദത നമുക്കത് സാധിക്കുന്നില്ല. മറിയത്തിൻ്റെ ജീവിതത്തിൽ നിശബ്ദതയുണ്ടായിരുന്നു. നമ്മളതെല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കുകയായിരുന്നു. ഈ നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ഈ ഹൃദയത്തെ സംഗ്രഹിക്കുന്ന അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. നീ തുടർന്നു വരുന്ന ദിവ്യാന ആരാധനയിൽ ഈ നിശബ്ദതയുടെ അഭിഷേകം കിട്ടാൻ വേണ്ടി, അതോടൊപ്പം തന്നെ ഹൃദയത്തെ സംഗ്രഹിക്കുന്ന ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി, ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്ന ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയം. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മക്കളെ ഓർത്ത്, ജീവിതം നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു അസ്വസ്ഥതയോ വലിയൊരു പരാതിയോ വലിയ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം കേട്ടോ. ഈ ആരാധന നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളിലേക്ക് ഈശോ വരാനുള്ള ആരാധനയാണ്. ഈശോ നമ്മിലേക്ക് വരുമ്പോൾ, ഈശോ നമ്മെ സ്പർശിക്കുമ്പോൾ നഷ്ടപ്പെട്ടുന്ന വേദനകൾ കർത്താവ് എടുത്ത് മാറ്റും. ഈശോയെ എന്നെ അനുഗ്രഹമായി മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈ സമയം ദിവ്യൻ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളത്
എൻ്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ്റെ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ്റെ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. തിരുവസ്ത്രവനായ ഈശോയെ, തിരുസന്നിധിയിൽ വന്നെത്തിയിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഈ സമയം തൃക്കൺ പാർക്കണമേ. നോമ്പിൻ്റെ 5-ാം ദിവസമായി ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയ 2 ഗുണങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് സ്വായത്തമാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. പരിശുദ്ധമ്മയെക്കുറിച്ച് തിരുവചനം ഇപ്രകാരം പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വചനം പറയുക, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധമ്മയുടെ ശൈലി കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വിളിച്ചു പറയുന്ന ശൈലിയല്ല. പരിശുദ്ധ അമ്മയുടെ ശൈലി പ്രിയമുള്ളവരെ അത് ഹൃദയത്തെ സംഗ്രഹിക്കുന്ന ഒരു ശൈലിയാണ്. തിരുവസ്തുര്യനായ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതം എപ്രകാരമുള്ള ഒരു ജീവിതമാണ് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞാനൊരു പക്ഷേ തിരിച്ചറിയാൻ സാധിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുന്ന വ്യക്തിയാണ്. ഒന്നും രഹസ്യമായി സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു ഹൃദയത്തിനുടമയാണ് നമ്മൾ. ആരോടും പറയരുത് എന്ന് പറഞ്ഞ് ഒരു രഹസ്യം ഒരു വ്യക്തി നമ്മോട് പറയുമ്പോൾ നാട് മുഴുവൻ വിളിച്ചു പറയുന്ന ശൈലി നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ തിരിച്ചറിയണം കേട്ടോ, ഇത് പരിശുദ്ധമ്മയുടെ ശൈലിയല്ല. പരിശുദ്ധമ്മയുടെ ശൈലി എന്ന് പറയുക ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ശൈലിയാണ്. ഈ ശൈലി കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. നീ വീണ്ടും വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 50-51 തിരുവചനം വായിക്കുമ്പോൾ അവിടെയും വചനം പറയുന്നുണ്ട്. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഓ തിരുവസ്തുവിനായ ഈശോയെ, അങ്ങയുടെ മാതാവായ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന് കേൾക്കുന്നതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന, കാണുന്നതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരഭിഷേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഏതുവിധ നാട്ടുകാരുടെ മുമ്പിൽ വിളമ്പിക്കൊടുക്കുന്ന നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ ശൈലി അമ്മയുടെ ശൈലിയല്ല. പരിശുദ്ധ അമ്മയുടെ ശൈലി എന്ന് പറയുക ഹൃദയത്തെ സംഗ്രഹിക്കുന്ന ശൈലി. ഉദയമേ ചില കാര്യങ്ങൾ ഹൃദയത്തെ സംഗ്രഹിക്കാൻ, അത് ഹൃദയത്തെ സൂക്ഷിച്ചു വയ്ക്കാൻ പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന വലിയ അഭിഷേകം ഈ സമയം എനിക്ക് തരണമേ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ, എൻ്റെ സമൂഹത്തിൽ നൽകണമേ, എൻ്റെ കുടുംബത്തിൽ നൽകണമേ, എൻ്റെ ദേശത്തും എൻ്റെ സഭയിൽ നൽകണമേ എന്ന് ആഗ്രഹിച്ച് ഈ സമയം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും സാധിക്കുന്നവർ ഈ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. തിരുവസ്തുരുവിനായി ഈശോയെ നോക്കിക്കൊണ്ട്, ഓ നല്ല ദൈവമേ, ഹൃദയത്തെ സംഗ്രഹിക്കുന്ന ഒരു അഭിഷേകം
പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അതിന് നുറുന്ന് സ്തുതിക്കുകയും സ്വരമയത്തി സ്തുതിക്കുകയും ഒരു ജീവനോട് സ്തുതിക്കുകയും ഈശോ വരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഈ അഭിഷേകത്തിന് ഈ വലിയൊരു കൃപയ്ക്ക് വേണ്ടി ഈ സമയം ഈശോയെ നമ്മൾ ആരാധിക്കുന്ന സമയം ആയിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു കൊണ്ട് സാധിക്കുന്ന ദൈവമക്കളെല്ലാം കാര്യങ്ങൾ അടിച്ചുകൊണ്ട് ഈ തിരുവസ്തുരനായി ഈശോയെ നമുക്ക് ആരാധിക്കാം. ഒന്ന് ഏറും ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈശോയെ വരണമേ എന്ന് ആഗ്രഹിച്ച് ഇരുവശങ്ങളേക്ക് നനയിക്കൊണ്ട് കരമടിച്ച് വലിയ ഉണർവോടെ, വലിയ അഭിഷേകത്തോടെ, വലിയ ശക്തിയോടെ, അതിലുപരി വലിയ സന്തോഷത്തോടെ ദൈവമേ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നൊരു അഭിഷേകം ഈ സമയം എൻ്റെ ജീവിതത്തിൽ നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചേർന്നു പാടാം. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. കരം പിടിക്കാമോ? ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഈശോയെ നോക്കി പുഞ്ചിരിച്ചു. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആമേൻ. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു, സൃഷ്ടാവേ അങ്ങേ ആരാധിക്കുന്നു. ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു, സൃഷ്ടാവേ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഈശോയെ നോക്കി. ആരാധന ആരാധന ആമേൻ. സ്തുതി ആരാധന ആരാധന. ചേർത്ത് പാടാം. ആരാധന ആരാധന ആമേൻ. സ്തുതി ആരാധന ആരാധന. ഇരുകരം ഉയർത്തി സ്തുതിക്കാമോ? യേശുവേ സ്തുതിക്കുന്നു. വലിയ ആഹ്ലാദത്തോടെ, വലിയ ഉണർവോടെ, വലിയ സന്തോഷത്തോടെ തിരുവസ്തുരനായ ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും പരിശുദ്ധമ്മയുടെ പിറവി തിരുനാൾ ഒരുക്കുന്ന അങ്ങയുടെ പ്രിയമക്കൾ ആരാധിക്കുന്ന സമയം, ഈശോ വരുന്ന സമയം, ഈശോ സമർപ്പിക്കുന്ന സമയം, ഇരുകാര്യങ്ങൾ ഉയർത്തിയടിച്ച് വലിയ അഭിഷേകത്തോടെ കരങ്ങൾ താഴ്ത്തിയിടിക്കാൻ ചേർത്ത് പാടാം. ആരാധന ആരാധന ആമേൻ. സ്തുതി ആരാധന ആരാധന. ആമേൻ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന. ആമേൻ. പ്രഭാതത്തിലും ആമേൻ. പ്രദോഷത്തിലും യേശുവിനാരാധന. പാടാം. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. ആമേൻ. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. ഉയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു, മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. ഉയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു, മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ആമേൻ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ചേർത്ത് പാടാം. പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന. പ്രഭാതത്തിലും ആമേൻ. പ്രദോഷത്തിലും യേശുവിനാരാധന. ഇരുകരമേറ്റി സ്തുതിക്കുന്നു. യേശുവേ 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 ആരാധന. യേശുവേ യേശുവേ
യേശുവേ ആരാധന യേശുവേ 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 ആരാധന ആരാധന കരപടിച്ച് 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 തിരുവസ്തുവിനായി ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയെ ആരാധിക്കുന്ന സമയം, ഈശോയെ മഹത്വപ്പെടുത്തുന്ന സമയം ഇരു കരങ്ങൾ ഉയർത്തിയടിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ച് വലിയ അഭിഷേകത്തോടെ വലിയ ഉണർവോടെ കരതാത്തിടിക്കാം. ചെറുത് പാടി ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആമേൻ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും ആത്മാവിനാരാധന ആമേൻ. പ്രഭാതത്തിലും പ്രദോഷത്തിലും പരിശുദ്ധാത്മാവേ, ആത്മാവിനാരാധന കരമുയർത്തിയടിച്ച് പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു. ആരാധന. ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ആമേൻ. വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു. ചെറുത് പാടി ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും ആമേൻ. പ്രദോഷത്തിലും ആമേൻ. ആത്മാവിനാരാധന ചെറുത് പാടാ. പ്രഭാതത്തിലും ഈശോയെ പ്രദോഷത്തിലും ഈശോയെ ആത്മാവിനാരാധന. കരമുയർത്തി സ്തുതിക്കുന്നു. യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ 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 ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ യേശുവേ കുരിശാകൃതി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ പ്രിയമുള്ള ഒരു തിരുവസ്തുരൂപനായ ഈശോയോട് നമ്മൾ ചോദിക്കുക, നല്ല ഈശോയെ, പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന വലിയ അഭിഷേകം, ഹൃദയത്തെ സംഗ്രഹിക്കുന്ന ഒരു അഭിഷേകം എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 48-ാമത്തെ വചനമാണ്. ഈ വചനം വായിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ യേശുവിനെ കണ്ടെത്തുകയാണ്. ഈശോയെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് 12-ാമത്തെ വയസ്സിലാണ്. 12-ാം വയസ്സ് ബാലനായ ഈശോ ദേവാലയത്തിൽ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കറിയാം, ഒരു അപ്പനെ അമ്മയുടെ ഏറ്റവും വലിയ വേദനയാണ് മക്കൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയെങ്കിൽ, പഠനമേഖല പരാജയപ്പെട്ടവരാണെങ്കിൽ, ജീവിതത്തിന് ഏതെങ്കിലും മേഖല നഷ്ടപ്പെട്ടു പോയ മക്കളാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ മകനെ മകളെ ദൈവമേ ഒരു അനുഗ്രഹമായി മാറ്റണമേ എന്ന് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു അപ്പൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ വേദനയാണ്, പ്രത്യേകിച്ചൊരമ്മയുടെ ഹൃദയം തുറക്കുന്ന വേദനയാണ്. ഒരുപാട് സ്വപ്നം കണ്ട് വളർത്തിയ തൻ്റെ പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട മകൾ അവർ നഷ്ടപ്പെട്ടു പോകുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല കേട്ടോ. നമ്മുടെ സ്വർഗീയ അമ്മയ്ക്കും ഇത് സഹിക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുമ്പോൾ ഈ അമ്മയും ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ യേശുവിനെ കണ്ടെത്തുക 3 ദിവസം കഴിഞ്ഞ് ഈ സമയം അമ്മ അനുഭവിച്ച വേദനയുണ്ട്, അമ്മ അനുഭവിച്ച നൊമ്പരമുണ്ട്. ദൈവമേ, നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന പേറുന്ന ജീവിതങ്ങളിലേക്ക് ഈ സമയം ഒന്ന് കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് ഈശോയെ ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ആരാധന ഈശോയെ, ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഈശോയെ നോക്കി ചേർന്ന് പാടാം. ആരാധന ആരാധന സ്തുതി
ആരാധന ആരാധന. ഈശോയെ കണ്ടെത്തുകയാണ്. 3 ദിവസം കഴിഞ്ഞ് ദേവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടെത്തുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 48-ാം വചനത്തിൽ ഉത്കണ്ഠയോട് കൂടിയ നീ മറിയം ഇപ്രകാരം ഈശോയോട് പറയുക, നിന്റെ പിതാവും ഞാനും മകനെ വലിയ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അമ്മയുടെ ഉത്കണ്ഠ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അമ്മയുടെ വേദന നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്തുള്ള അമ്മയുടെ ഉത്കണ്ഠയെ വേദനയാണ്. ഈ വേദനയെല്ലാം ഈശോയോട് പങ്കുവയ്ക്കുമ്പോൾ ബാലനായ യേശു നൽകുന്ന മറുപടിയാണ് ശ്രദ്ധേയം. ലൂക്കായുടെ സുവിശേഷം 2:49 വചനം വായിക്കുമ്പോൾ ബാലനായ ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ട വ്യക്തിയല്ലേ. ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതനാകാൻ സമയം കണ്ടെത്തുകയാണ് ഈശോ. ഈ തിരക്കുള്ള ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്ന വ്യക്തിയാണ്. ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പറഞ്ഞ് ആത്മീയ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും ഉപേക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളല്ലേ, പലപ്പോഴും മാറ്റിവെക്കുക തിരുസഭയുടെ കാര്യങ്ങളല്ലേ, പലപ്പോഴും വേണ്ട എന്ന് വയ്ക്കുക ഇടവകയുടെ കാര്യങ്ങളല്ലേ. ഈ ശൈലി ദൈവികമായ ശൈലിയല്ല കേട്ടോ. ഇത് ബാലനായ യേശുവിൻ്റെ ശൈലിയല്ല. ഈശോ പറയുക, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാകേണ്ടതല്ലേ. പ്രിയമുള്ളവർ, ഈ ദൈവിക ആരാധനയിൽ പങ്കുചേരുമ്പോൾ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ട മകനാണ്, വ്യാപൃതയാകേണ്ട മകളാണ്, വ്യാപൃതനാകേണ്ട കുടുംബമാണ്, സമൂഹമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ മറ്റു പല കാര്യങ്ങൾക്കും ജോലികൾക്കും ഒക്കെ കൊടുക്കുമ്പോൾ ഈശോ വേദനിക്കുന്നവരുണ്ട്. പരിശുദ്ധമ്മ വേദനിക്കുന്നു. ഈ മേഖല തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി ഈശോയെ അങ്ങയുടെ മക്കൾ ആരാധിക്കുക. ചെറുതുപാട ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഈശോയെ നോക്കി ചേർന്ന് പാടാ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഈശോ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. ഈ സമയം പരിശുദ്ധ അമ്മ എന്താ മറുപടി പറയുക? അമ്മയൊന്നും പറയുന്നില്ല കേട്ടോ. ഈ അമ്മ മകന് മുമ്പിൽ നിശുദ്ധത പാലിക്കുക. അമ്മയ്ക്ക് ഏതെല്ലാം പറയാമായിരുന്നു, എന്തെല്ലാം വാചാലമായി അമ്മയ്ക്ക് സംസാരിക്കാൻ സാധിക്കും. എന്ന മറിയം കാട്ടിത്തരുന്ന മാതൃക നിശബ്ദതയാണ്. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നിശബ്ദത പാലിക്കേണ്ടവരെ നമ്മൾ നിശബ്ദതയിലൂടെ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ നിശബ്ദതയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഏകാന്തതയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഏകാന്തതയും നിശബ്ദതയും എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഏകാന്തതയെ സ്നേഹിക്കാത്ത മനുഷ്യന്, നിശബ്ദതയെ സ്നേഹിക്കാത്ത മനുഷ്യന്, എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന വ്യക്തിക്ക് ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതനാകാൻ സാധിക്കില്ലേ. പരിശുദ്ധമ്മ നിശബ്ദതയിലേക്ക് വരികയാണ്. പരിശുദ്ധമ്മ മൗനം പാലിക്കുകയാണ്. ഈ നിശബ്ദയുടെ അഭിഷേകം, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ സമയം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് ഈശോയെ ഒന്ന് ചേർന്ന് ആരാധിക്കുകയാണ്. ആരാധന ഈശോയെ, ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ആരാധന. ആരാധന ആരാധന ആമേൻ. സ്തുതി ആരാധന ആരാധന. ഉയർത്തി പാടി ആരാധിക്കുക. ആരാധന ആരാധന ആമേൻ. സ്തുതി ആരാധന ആരാധന. പരിശുദ്ധമ്മയിൽ ഉണ്ടായിരുന്ന വലിയ 2 അഭിഷേകമാണ്. എല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കുന്ന അഭിഷേകം, നിശുദ്ധത മാനിക്കുന്ന അഭിഷേകം. ഈ 2 അഭിഷേകവും ദൈവമേ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ നോമ്പിൻ്റെ ഈ ദിവസത്തെ ആരാധന നമുക്ക് ഒന്ന് ചേർന്ന് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം.
നിശുദ്ധതയിൽ പോകുമ്പോൾ, നമ്മൾ മൗനം പാലിക്കുമ്പോൾ, അതിരത്തെ നമ്മൾ ഒതുക്കി നിർത്തുമ്പോൾ, നാവിനെ നമ്മൾ നിയന്ത്രിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ സാധിക്കുക. പരിശുദ്ധമ്മയുടെ ജീവിതം ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച ജീവിതമായിരുന്നു. എങ്ങനെയാണ് പരിശുദ്ധമ്മ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചത്? ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മക്കളെ, എൻ്റെ അമ്മ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച നിശബ്ദതയിലൂടെയാണ്, മൗനത്തിലൂടെയാണ്, ഇനി ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട്. ഈ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവെ തിരുവസ്തു രൂപ ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് ഒരു കൂടി ചേർന്ന് പാടുകയാണ്. ആരാധന ഈശോയെ, ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ആരാധന. ആരാധന ആരാധന ആമേ. സ്തുതി ആരാധന ആരാധന. ഒരു കൂടി ചേർന്ന് പാടാം. ആരാധന 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 ആമേ. സ്തുതി ആരാധന ആരാധന. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ കണ്ണുകൾ തുറന്ന് തിരുവസ്തുരൂപനായ ഈശോയെ നമുക്ക് നോക്കാം. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ ദിവസത്തെ പ്രത്യേക നിയോഗങ്ങളെ ഞാൻ കാഴ്ചവെക്കുക. ഈ നിയോഗങ്ങൾ ഒരു അനുഗ്രഹമായി മാറാൻ എന്തെല്ലാം തിരുവസ്തുരൂപനായ ഈശോയ്ക്ക് കാഴ്ച വെച്ചുകൊണ്ട് ഈശോ തരാൻ പോകുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന സമയമാണ്. ഈ ദിവസത്തെ ദൈവികാരുണ്യ ആരാധനയുടെ ആശീർവാദ വേളയിൽ നിശബ്ദത എന്ന അഭിഷേകത്തിന് വേണ്ടി, മൗനം പാലിക്കുന്ന അഭിഷേകത്തിന് വേണ്ടി, ഹൃദയത്തെ സംഗ്രഹിക്കുന്ന അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ യേശുവേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധിക്കുന്നു.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.